വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഹിസ്ബുള്ളയുടെ ഇസ്രായേലിന് നേരെയുള്ള പ്രതികാരത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് ഇസ്രായേൽ തന്നെയായിരുന്നു. അതിനവർ പറഞ്ഞത് വലിയ തോതിൽ മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് ഇസ്രായേൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഹിസ്ബുള്ളയെ ആദ്യമായി ആക്രമിച്ചതെന്നാണ്. എന്നാൽ ഇസ്രായേലിന്റെ ലക്ഷ്യം മറ്റൊന്നായിരിക്കണം. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രാബല്യത്തിൽ വരാൻ പോകുന്ന വെടിനിർത്തൽ കരാർ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരിക്കും ഇസ്രായേലിന്. മേഖലയിലെ സംഘർഷാവസ്ഥ പരിധിവിട്ടാൽ ആ കാരണം തൽക്കാലത്തേക്ക് വെടിനിർത്തൽ കരാർ മരവിപ്പിക്കാമെന്ന് ഇസ്രായേൽ കരുതി കാണണം. അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ അടിയന്തര മീറ്റിംഗ് വിളിക്കുകയും 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്തുടനീളം. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഗോലാൻ ഹൈറ്റിലും നോർത്തേൺ ഇസ്രായേൽ സിറ്റിയായ അഖ്രയിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇസ്രായേലി സൈന്യം പറയുന്നത് അവർ ആയിരക്കണക്കിന് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ആക്രമിച്ചു എന്നാണ്. എന്നാൽ ഇത്രയും റോക്കറ്റ് ലോഞ്ചറുകൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ഹിസ്ബുള്ള എണ്ണമറ്റ റോക്കറ്റുകളും ഡ്രോണുകളുമാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. ഹിസ്ബുള്ള പറയുന്നത് അവർ ഇസ്രായേലിന്റെ നിരവധി സൈറ്റുകൾ ആക്രമിച്ചു എന്നാണ്. പ്രത്യേകിച്ച് അയൺ ഡോം സിസ്റ്റത്തിന്റെ പ്ലാറ്റ്ഫോമുകളും ആക്രമിച്ചു എന്നാണ്. ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് ഹിസ്ബുള്ള അതിശക്തമായ ഒരു ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നത് കണ്ടതിനാലാണ് ഇസ്രായേൽ ആദ്യമേ ഒരു ആക്രമണത്തിന് മുതിർന്നത് എന്നാണ്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറയുന്നത് ഇറാൻ നയിക്കുന്ന തിന്മയുടെ അച്ചുതണ്ട് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പിനെതിരായ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന്റെ ബലത്തിലാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. മേഖലയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിന് മാത്രമാണുള്ളതെന്നാണ് വെപ്പ്. അതുകൊണ്ടാണ് അവർ ഹിസ്ബുള്ളയെയും ഹമാസിനെയും അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഒന്നുകൂടി പറഞ്ഞു, ഇസ്രായേലിന് ലെബനന് നേരെ ഒരു വ്യാപക യുദ്ധത്തിന് താല്പര്യമില്ല എന്ന്. ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലിന്റെ വളരെ അകത്ത് പ്രതീക്ഷക്കൊത്തുള്ള ആക്രമണം തന്നെയാണ് ഞങ്ങൾ നടത്തിയതെന്നാണ്. വളരെ ഗുണപരമായ ആക്രമണമായിരുന്നു അതെന്നാണ്. എന്നാൽ ഇസ്രായേലിനകത്ത് എത്രമാത്രം ഡീപ്പായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. ഹിസ്ബുള്ള പറയുന്നത് അവരുടെ ആക്രമണം പൂർണ്ണ വിജയമായിരുന്നു എന്ന് തന്നെയാണ്. അതേസമയം ഇസ്രായേൽ പറയുന്നത് ലബനന്റെ പല ഭാഗങ്ങളിലായി തെക്കൻ ലബനനിലുടനീളം ആക്രമണം നടത്തിയെന്നാണ്. മാത്രമല്ല 6 ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇസ്രായേലി മീഡിയകൾ പറയുന്നത് ബോർഡറിൽ നിന്ന് 100 കിലോമീറ്റർ ഉള്ളിലായും ടെലവീവിൽ നിന്ന് 10 കിലോമീറ്റർ വടക്കായുമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഉണ്ടായതെന്നാണ്. മാത്രമല്ല ഹിസ്ബുള്ളയുടെ പ്രതികാരാക്രമണം വേണ്ടത്ര ഫലം കണ്ടില്ല എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഹിസ്ബുള്ളയുടെ ആദ്യ ലക്ഷ്യം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി കുറയ്ക്കുക എന്നതായിരുന്നു. എന്നിട്ട് ആ പാതയിലൂടെ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ഡ്രോണുകൾ അയച്ച് ആക്രമണം നടത്തുകയായിരുന്നു. അങ്ങനെ ഹിസ്ബുള്ള അവർ ഉദ്ദേശിച്ച ഇസ്രായേലി ലക്ഷ്യങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. ആ ആക്രമണത്തിൽ അവർ വിജയം കണ്ടു എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. എന്നാൽ ഈ അവകാശവാദം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്. ഹസൻ നസ്രുള്ള പറയുന്നത് പ്രധാന ഹൈവേക്ക് കിഴക്ക് ഭാഗത്തുള്ള ലില്യോട്ട് മിലിറ്ററി ബേസ് ആയിരുന്നു പ്രധാന ആക്രമണ ലക്ഷ്യമെന്നായിരുന്നു. അവിടെ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഒരു ബേസുണ്ട്. അതുകൂടാതെ പടിഞ്ഞാറ് മൊസാദിന്റെ ഒരു ബേസുമുണ്ട്. അവ രണ്ടും തകർത്തു എന്നാണ് ഹസൻ നസ്രുള്ള അവകാശപ്പെടുന്നത്. അതേസമയം ഇസ്രായേലി മിലിറ്ററി പറയുന്നത് അവരാണ് ആദ്യമായി ഒരു മുൻകരുതൽ ആക്രമണം നടത്തിയത് എന്നാണ്. അതായത് ശത്രു ആക്രമിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ ആക്രമണം ഇല്ലാതാക്കാൻ ശത്രു സങ്കേതത്തിൽ കയറി ആക്രമിക്കുകയായിരുന്നു അവർ ചെയ്തത് എന്നാണ്. ഇതിനുവേണ്ടി ഉപയോഗിച്ചത് 100 ഫൈറ്റർ ജെറ്റുകളാണ്. ഈ ഫൈറ്റർ ജെറ്റുകളാണ് ആയിരക്കണക്കിന് വരുന്ന മിസൈൽ ലോഞ്ചറുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതെന്നാണ് അവകാശപ്പെടുന്നത്. ഈ ഫൈറ്റർ ജെറ്റുകൾ തന്നെയാണ് സദേൺ ലെബനനിലുടനീളം 40 സൈറ്റുകളിൽ ശക്തമായ ആക്രമണം നടത്തിയതെന്ന്. എന്നാൽ ഈ ആക്രമണത്തിന് ശേഷമാണ് ഹിസ്ബുള്ള 200-ലധികം ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് എന്നത് അത്ഭുതമുളവാക്കുന്നു. ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ 7-ന് ശേഷം ലബനിൽ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇതെന്നാണ്. അതേസമയം നെതന്യാഹു പറയുന്നത് തങ്ങളുടെ പൗരന്മാരെയും തങ്ങളുടെ സൈന്യത്തെയും ലക്ഷ്യം വെച്ച് തൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ആയിരക്കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളാണ് തങ്ങൾ തകർത്തത് എന്നാണ്. മാത്രമല്ല അവർ മധ്യ ഇസ്രായേലിലേക്ക് അയച്ച, അതായത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലേക്ക് അയച്ച എല്ലാ ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയൊക്കെ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഇരുഭാഗവും അലിഖിതമായ ഒരു കരാറിനെ മാനിക്കുന്ന പോലെ ആക്രമണത്തിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതേസമയം ലെബനിലെ UN സമാധാന സേന ഇരുവിഭാഗത്തോടും വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇസ്രായേൽ സൈന്യം 48 മണിക്കൂറിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ പൂർണ്ണ സജ്ജരും ജാഗരൂകരുമാണെന്നാണ്. ഇസ്രായേലിന്റെ നീക്കങ്ങളെ ശക്തമായി ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാധാരണ ജനങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ അപകടകരമായ നീക്കമുണ്ടായാൽ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഈ ഘട്ടം അവസാനിച്ചെങ്കിലും അതിന് ഈ യുദ്ധം അവസാനിച്ചു എന്നർത്ഥമില്ല. മറ്റൊരു ചുവടുവെപ്പിന്റെ തുടക്കം മാത്രമാണിത് എന്നാണ് അറിയുന്നത്. അതേസമയം കൈറോയിലെ വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസ് ആവശ്യപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നാണ്. എന്നാൽ ഞങ്ങൾ അഗ്രിമെന്റിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സന്നദ്ധമാണ്. കാരണം ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ മേലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും അത് ആവശ്യമാണ്. എന്നാൽ ഈ കരാറിൽ ഒരു സമ്പൂർണ്ണ വെടിനിർത്തലും ഇസ്രായേൽ സേനയുടെ ഗസയിൽ നിന്നുള്ള പൂർണ്ണ പിന്മാറ്റവും ഉണ്ടായിരിക്കണം. മാത്രമല്ല ഫലസ്തീനികൾക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും തിരിച്ചു വരാനും ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിനും വ്യവസ്ഥയുണ്ടായിരിക്കണം. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഗസ ക്രോസിലെയും ഫിലാഡൽഫിയ കോറിഡോറിലെയും ഇസ്രായേൽ സാന്നിധ്യം അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ സംഭവിച്ചാൽ 10,000ങ്ങളുടെ മരണത്തിന് അർത്ഥമില്ലാതായി പോകുമെന്ന് അവർ വിശ്വസിക്കുന്നു. വംശഹത്യയുടെ മകുടോദാഹരണമായി മാറാൻ പോകുന്ന ഫലസ്തീൻ, ആ ഫലസ്തീനിലെ ദേർ അൽ ബലയിലേക്ക് സർവനാശത്തിന്റെ കൊടുങ്കാറ്റ് പോലെ ഇസ്രായേലി ടാങ്കുകളും ബുൾഡോസറുകളും കുതിക്കുകയാണ്. തൊട്ടടുത്ത് അൽ ബുറൈജ് റെഫ്യൂജി ക്യാമ്പിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ സർവനാശത്തിനായി ബുൾഡോസറുകൾ ഉരുളുന്നത്. ഗസയിലുടനീളം ഇന്നലെ മാത്രം 100-നടുത്ത ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്.